ടി എൻ സീമ നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ടി എൻ സീമ, ഒരു പ്രതീക്ഷയുടെ സാന്നിധ്യമൊക്കെ നിലവിൽ ഉണ്ടായിരുന്നു. കഡ്ജുവിന്റെ FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതിയിൽ ഹാജരായി കാര്യങ്ങളൊക്കെ നിലപാട് വ്യക്തമാക്കിയൊക്കെ സാഹചര്യത്തിൽ, പക്ഷേ കോടതി അലക്ഷ്യത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട നിലവിലെ സാഹചര്യം ഒക്കെ കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം പുനഃപരിശോധനാ ഹർജി തള്ളുകയും ചെയ്തു. എന്താണ് പ്രതികരണം? ഈ പുനഃപരിശോധനാ ഹർജി തള്ളിയ ഒരു നിലപാട് തീർച്ചയായിട്ടും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. കാരണം സൗമ്യ വധക്കേസ് എന്ന് പറയുന്നത് കേരളത്തില് നല്ല ഇന്ത്യയിലാകെ തന്നെ സ്ത്രീകൾ നേരിടുന്ന, പെൺകുട്ടികൾ നേരിടുന്ന സുരക്ഷിതത്വമില്ലായ്മയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നമ്മളെ വളരെയധികം ബാധിച്ച ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിന്റെ വിചാരണ സമയത്തായാലും വിധിയുടെ സമയത്തൊക്കെ തന്നെയും ആളുകൾ ഉറ്റുനോക്കിയത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നല്ല സന്ദേശം, അത്തരത്തിലുള്ള നടപടി ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ അത്തരത്തിൽ ജീവപര്യന്തം തന്നെ വധശിക്ഷ ഒഴിവാക്കുന്ന സമയത്ത് ജസ്റ്റിസ് ഗഡ്ജിനെ പോലുള്ള ആളുകൾ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വാസ്തവത്തിൽ സമൂഹം ആഗ്രഹിച്ച ഒരു പ്രതികരണം തന്നെയാണ്. കാരണം നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനകത്ത് മറ്റു പരിഗണനകൾ ഒന്നുമില്ലാതെ വളരെ സാങ്കേതികമായിട്ടുള്ള തെളിവുകളുടെ പരിഗണന മാത്രം വെച്ചുകൊണ്ട് പരിഗണിക്കുകയും അത് ചാടിയത് വെറുതെ ചാടിയതല്ലല്ലോ, ഒരു മരണത്തെ വെറുതെ ചാടിയെന്ന് അല്ലെങ്കിൽ അങ്ങനെ സ്വയം ചാടിയതാണ് എന്ന് പറയുമ്പോൾ പോലും അതിന് പ്രേരണയായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും. അപ്പൊ അത്തരത്തിൽ ചില ആളുകളുടെ സാക്ഷിമൊഴി അതിൽ തന്നെ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാവുന്നതാണ്. കാരണം ആരും അത്രയും കൃത്യമായി കണ്ടു എന്നുള്ളതൊന്നും പലതരത്തിലുള്ള മൊഴികൾ ആ സമയത്ത് നമ്മൾ കേട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില മൊഴികളിൽ പിടിച്ചുകൊണ്ട് ഒരു മരണത്തിന് കാരണമായ ഒരു സംഭവത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു നിലപാട് കോടതി സ്വീകരിച്ചതാണ് ജസ്റ്റിസ് കഡ്ജു അന്ന് അതിനെ വിമർശിച്ചത്. അദ്ദേഹത്തിന് അത്തരം ഒരു വിമർശനത്തിന്റെ പേരിൽ കോടതിയിൽ ചെന്ന് വീണ്ടും ഈ കാര്യങ്ങൾ പറയാൻ, വാദിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, അദ്ദേഹം നിയമത്തെയും സാമൂഹ്യ നീതിയെയാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതിന്റെ പേരിൽ കോടതി ലക്ഷ്യം അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കോടതിയും നിയമവും ഒക്കെ തന്നെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിൽ വരുന്ന പിശകുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ജനാധിപത്യമായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഒരു ജസ്റ്റിസ് ആയിരുന്ന ഒരാൾക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ, തന്റെ നിലപാട് പറയുന്ന ആളാണ്. അപ്പൊ ഇത്തരം ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശശുദ്ധിയെ പോലും പരിഗണിക്കാതെയുള്ള ഈ ഒരു കോടതി അലക്ഷ്യ നടപടിയും വാസ്തവത്തിൽ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ സൗമ്യയുടെ അമ്മയുടെ സങ്കടം വെറും സങ്കടമല്ലത്, അതൊരു ജീവിതം തന്നെ നഷ്ടപ്പെട്ടൊരു ഒരു സ്ത്രീയാണ് അവര്. അത് നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വലിയ മനപ്രയാസമാണ്. അതോടൊപ്പം തന്നെ സർക്കാർ വളരെയധികം, ഇടതുപക്ഷ സർക്കാർ വളരെയധികം ഒരു പുനഃപരിശോധന ഹർജി അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഓരോ സമയത്തും അതിൽ വളരെയധികം ജാഗ്രത കാണിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പോഴും നമുക്കറിയാം ട്രെയിനുകളിലും മറ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ല. റെയിൽവേ ഇതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പല പല ആശങ്കകളാണ് ഇങ്ങനൊരു വിധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത്. ഈ സൗമ്യയുടെ മരണത്തിന് കാരണക്കാരൻ ഗോവിന്ദചാമിയാണ്. ചാടിയതാണോ എന്നതല്ല വിഷയം. സർക്കാർ നിലപാട് അതായിരുന്നു. അതിന്റെ ന്യായാന്യായങ്ങളും വസ്തുനിഷ്ഠതയുമാണ് സമഗ്രമായി പരിശോധിക്കേണ്ടത്, പരിഗണിക്കപ്പെടേണ്ടത്. അക്കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ മാർക്കണ്ഡേയ കഡ്ജു തന്റെ FB പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഈ നിലപാടുകളെ മുഴുവൻ തള്ളുകയായിരുന്നു ഒരർത്ഥത്തിൽ കോടതി എന്നുകൂടി കാണേണ്ടതല്ലേ നിലവിൽ? തീർച്ചയായിട്ടും. കാരണം ജസ്റ്റിസ് കഡ്ജു അദ്ദേഹം ആ നടപടി, ആ വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ മരണത്തിലേക്ക് നയിച്ചത് അതിനകത്ത് വെച്ച് ആക്രമിച്ചോ അല്ലെങ്കിൽ പുറത്തു വെച്ച് ആക്രമിച്ചോ അല്ലെങ്കിൽ അത് ചാടിയ സമയത്ത് സംഭവിച്ചോ, ഇതെല്ലാം തന്നെ ആ റേപ്പുമായിട്ടും കൊലപാതകവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ വേർതിരിച്ച് കണ്ടുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, സാങ്കേതികമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക എന്ന് പറയുന്നത് പക്ഷെ ക്രിമിനൽ ലോയർമാരെയൊക്കെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കാം ആളുകൾ അവർ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷെ ഒരു സാധാരണ രീതിയിൽ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്രൈം തന്നെയാണ്. അതിനെ കുറ്റവാളികൾക്കൊരു നല്ല ഒരു സന്ദേശമാണ്
ഒരു വലിയ താക്കീതാണ് വാസ്തവത്തിൽ കോടതി വിധികളിലൂടെ ഉണ്ടാവേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ഈ പഴുതുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം പല കേസുകളിലും നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഗോവിന്ദചാമിക്ക് ജീവിത അവസാനം വരെ, അയാളുടെ മരണം വരെ തടവ് വേണം എന്നുള്ള കാര്യത്തിൽ, കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും സർക്കാർ അതിനു വേണ്ട എല്ലാ ജാഗ്രതയും എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇത്തരം വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നിയമം ഒരിക്കലും അവരെ ഇവിടാൻ അനുവദിക്കില്ല എന്നൊരു സന്ദേശം നൽകേണ്ടതായിട്ടുണ്ട്. അവിടെ സാമൂഹ്യ നീതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി കോടതിയെ നയിക്കേണ്ടതായിട്ടുണ്ട്.